നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സോഡിയാക് സൈനിൽ 5ാമത്തെ സൈനായിട്ടുള്ള ലിയോ അഥവാ സിംഹരാശി അഥവാ ചിങ്ങൻ രാശിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ രാശി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കമൻറ്റ് അതുപോലെയാണ് വരുന്നത്. ഇത് നക്ഷത്രത്തെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ രവി നിൽക്കുന്ന രാശിയായിട്ടുള്ള ഇംഗ്ലീഷുകാരൊക്കെ പറയുന്ന സൺസൈനിനെ പറ്റിയാണോ പറയുന്നത്? ക്യാൻസർ ഒക്കെ കഴിഞ്ഞ ദിവസം ക്യാൻസർ പേഴ്സണാലിറ്റി പറഞ്ഞപ്പം അത് ലഗ്നമാണോ അതോ ചന്ദ്രനെ നിൽക്കുന്ന രാശിയാണോ, സൺ നിൽക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിയുടെ സ്വഭാവമാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രനാണോ ലഗ്നത്തിനാണോ ബലമെന്ന് നോക്കണം. ബലമെന്ന് നോക്കിയിട്ട് ഏതിനാണോ ബലമുള്ളത് ആ രാശിയുടെ സ്വഭാവം വളരെ എവിഡന്റ് ആയിട്ട് ജീവിതത്തിൽ കാണും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ചിങ്ങൻ രാശിയുടെ സ്വഭാവം. ചിങ്ങൻ രാശിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആ രാശിയിൽ ചന്ദ്രൻ നിന്നാൽ, ഇപ്പൊ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്തരത്തിന്റെ ആദ്യ പാദം കൂടെ ചേരുന്നതാണ് ചിങ്ങൻ രാശി. അപ്പൊ ചന്ദ്രൻ അവിടെ വന്നാൽ ഈ പറഞ്ഞ ഏതെങ്കിലും നക്ഷത്രങ്ങളിലേ വരും, അല്ലെങ്കിൽ ഈ നക്ഷത്രങ്ങളിലെ നക്ഷത്രപാദങ്ങളിലേ വരും. പക്ഷേ ലഗ്നം വീണാലോ ഇവിടെ വരും. സൂര്യൻ വന്നാൽ സൂര്യരാശിയാണെങ്കിലും ഈ രാശിയിലേ വരും. ഏതിനാണോ ബലം എന്നുള്ളതാണ് അവരുടെ ജാതകത്തിൽ വരുന്നത്. ചന്ദ്രനെ വെച്ചാണോ നോക്കേണ്ടത്, നാള് വെച്ചാണോ നോക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങളുടെ ജാതകത്തിൽ ഏതിനാണോ ബലം അതായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഞാനിവിടെ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നതും കൂടുതൽ അനുഭവത്തിൽ വന്നിട്ടുള്ളതും ലഗ്നം വെച്ചിട്ടുള്ള ഫലമാണ്. അസെൻഡന്റ് പേഴ്സണാലിറ്റി അഥവാ ലഗ്നഫലമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമുക്ക് ചിങ്ങൻ രാശിയിലേക്ക് ഇറങ്ങാം. ഫിക്സഡ് സൈൻ ആണ്, സ്ഥിരരാശിയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ഥിരത വരും. സൺ അഥവാ രവിയാണ് ഈ രാശിയുടെ അധിപൻ. അഗ്നിരാശിയാണ്, തീ പോലത്തെ രാശിയാണ്. കേതുവിന്റെ നക്ഷത്രമായിട്ടുള്ള മകം, അതേപോലെ തന്നെ ശുക്രന്റെ നക്ഷത്രമായിട്ടുള്ള പൂരം, രവിയുടെ തന്നെ നക്ഷത്രമായിട്ടുള്ള ഉത്തരത്തിന്റെ ആദ്യ പാദവും കൂടി ചേരുന്നതാണ് ഈ രാശി. 3ഉം 10ഉം ഭാവാധിപനായ ശുക്രൻ 8ാം ഭാവത്തിൽ, ചിങ്ങത്തിന്റെ 8ാം ഭാവത്തിൽ ഉച്ചനാവുകയും 2ാം ഭാവത്തിൽ നീചനാവുകയും ചെയ്യുന്നു. അപ്പം ശുക്രൻ 2ാം ഭാവത്തിൽ നീചനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രന്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾക്കൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ വരും. കാരണം 2ാം ഭാവം ഏറ്റവും സ്ട്രോങ് ആയ രാശിയാണ് ചിങ്ങം. അവിടെ തന്നെ ശുക്രൻ നീചനാകുമെന്ന് പറയുമ്പം 7ാം ഭാവത്തിന്റെ കാരകനായിരിക്കുന്ന ശുക്രനാണ് 8ൽ ഉച്ചനാവുന്നതും അതുപോലെ തന്നെ 2ൽ നീചനാവുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് വൈസ് ചിങ്ങൻ രാശിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം ചിങ്ങൻ രാശിയെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമായിട്ട് 3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കണം ചിങ്ങത്തെ മനസ്സിലാക്കാൻ. അതൊരു ട്രയാങ്കിൾ സ്റ്റഡിയാണ്. ഒന്നാമത്തേത് രവിയുടെ സ്വഭാവം അങ്ങ് പഠിക്കണം. രവിയാണ് ഈ രാശിയുടെ ലോഡ്, അതുകൊണ്ട് തന്നെ രവിയുടെ സ്വഭാവം അങ്ങ് പഠിക്കണം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിന്റെ സ്വഭാവം നന്നായിട്ട് പഠിക്കണം. 3ാമത്തേത് ലിയോ എന്ന് പറയുന്ന സൈനിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. ഇത് 3ഉം കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈ രാശിയുടെ ഫലം അറിയാനൊക്കത്തുള്ളൂ. ഇത് 3ഉം കൂടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കിക്കോ. എന്നിട്ട് ലിയോക്കാരെ ഒന്ന് ഒബ്സർവ് ചെയ്തു. ഫലം കൃത്യമായിരിക്കും, ഒരു സംശയവും വേണ്ട അതിനകത്ത്. ദ കിങ് അല്ലെങ്കിൽ ക്യൂൻ, രാജാവോ രാജ്ഞിയായിട്ടുള്ള രാശി. ദ പെർഫോമർ, തൻ്റെ മേഖല തൻ്റെ കാര്യങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവ്. സ്ട്രോങ്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി, രാജകീയമായിട്ടുള്ള ഒരു സ്വഭാവം. രാജകീയ, നമ്മൾ ഇറക്കി നിർത്തുമ്പം വളരെ രാജകീയമായിട്ടുള്ള ഒരു സ്വഭാവം. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി, അതേപോലെ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു സിനിമയുണ്ട്, പൊന്നിയിൻ സെൽവം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, തമിഴ് സിനിമ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ജയൻ രവിയുടെ കഥാപാത്രം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐശ്വര്യമുണ്ട്. മറ്റൊരു കഥാപാത്രങ്ങൾക്കും ഇല്ലാത്ത ഒരു ഐശ്വര്യം അദ്ദേഹത്തിന്റെ കഥാപാത്രം വരുന്ന സമയത്തുണ്ടാവും. അതാ നോക്കിയാൽ മതി. ആ ഒരു രാജകീയ പ്രൗഢി, ആ ഒരു മുഖവും ആ നടപ്പും നമുക്ക് തോന്നും ശരിക്കും രാജാവാണ്, കിങ് ആണെന്ന് തോന്നും. അതാണ്
ലിയോയുടെ ഒരു നേച്ചർ. അതേപോലെ തന്നെ 4ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഈ രാശിക്കാർക്ക് യോഗകാരകനാണ്. ചൊവ്വ വളരെ സപ്പോർട്ടീവായിട്ടാണ് ശരിക്കും ഈ രാശിക്കാർക്ക് നിൽക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ബലം രവിയുടെ ബലവും കൂടി ഈ രാശിയുടെ സ്വഭാവത്തെ എപ്പോഴും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഈ രണ്ട് ഗ്രഹങ്ങൾ ആണ് ഇതിന്റെ മെയിൻ കോമ്പിനേഷൻ. അതേപോലെ 2ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഗുണങ്ങൾ വരും. കാരണം 2ഉം 11ഉം ഭാവാധിപനായിരിക്കുന്ന ബുധൻ 2ൽ തന്നെയാണ് എക്സോൾട്ടഡ് ആവുന്നത്, അതായത് ഉച്ചനാവുന്നത്. അത് മെർക്കുറിയാണ്. അതുകൊണ്ട് തന്നെ സിംഹത്തെ പോലെ പവർഫുള്ളായിട്ട് പ്രേ ചെയ്യാനുള്ള കഴിവ്, പ്രാർത്ഥിക്കാനുള്ള കഴിവ്, പവർഫുള്ളായിട്ട് കമാൻഡ് ചെയ്യാനുള്ള കഴിവ്, തൻ്റെ മേഖലകളിൽ കഴിവും കമാൻഡിങ്ങും വിദ്യകളും ആർജിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി. സിംഹം എന്ന് പറയുന്നത് ആ കാട്ടിലെ രാജാവാവുന്നത് ബാക്കി എല്ലാ ജീവികളുടെയും വീക്ക്നെസ്സുകൾ അറിയാം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. തന്നെക്കാളിലും വലുതും തന്നെക്കാളിലും ചെറുതുമായിട്ടുള്ള എല്ലാ ജീവികളുള്ളപ്പോഴും അവിടുത്തെ രാജാവായി മാറുന്നതിന്റെ പ്രധാന കാരണം മറ്റുള്ളവരെ അടക്കി നിർത്താനുള്ള വീക്ക്നെസ്സുകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് സിംഹത്തെ കാട്ടിലെ രാജാവാക്കുന്നത്. 2ാം രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. അത് ശരിക്കും പറഞ്ഞ എനർജിയുടെ ഒരു റിസോഴ്സാണ്. ഇപ്പം വാസ്തുപുരുഷന്റെ ഒക്കെ നമ്മൾ വാസ്തുവൊക്കെ നോക്കുമ്പോൾ വാസ്തുപുരുഷന്റെ എനർജി റിസോഴ്സ് ആയിട്ടുള്ള കുണ്ടലിനി സ്ഥാനം എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കന്നിരാശിയാണ്. അതുകൊണ്ടാണ് ഈ കന്നിമൂല ഭാഗത്തിന് ഇത്ര പ്രാധാന്യം വരുന്നത്. ഒരു വീടിൻ്റെ ഒക്കെ എനർജിയുടെ പോസിറ്റീവ് എനർജിയുടെ റിസോഴ്സ് സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. വസ്തുവിൻ്റെ കന്നി ഭാഗത്തൊക്കെ ആണെങ്കിൽ നാഗരാജാവിനെയൊക്കെ പ്രതിഷ്ഠിക്കുന്നത്. കാരണം കുണ്ടലിനി സ്ഥാനമാണത്. ക്രിയേറ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള സ്ഥിതിയുടെ സ്ഥലമാണ് കന്നി എന്നുള്ളത് കൊണ്ട് തന്നെ, മൂലാധാര സ്ഥാനമാണ് കന്നിരാശി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഈ 2ാം ഭാവത്തിൽ പറയുന്ന എല്ലാ കാരകത്വങ്ങളും മെർക്കുറി പവർഫുൾ ആണ് ഇവരുടെ ജാതകത്തിലേക്ക്. ഇവരത് പ്രൂവ് ചെയ്യും, ഒരു സംശയവും വേണ്ട. കാടുകൾ, അതേപോലെ കൃഷിസ്ഥലങ്ങൾ, രാജകീയ സ്ഥലങ്ങൾ, ഇതെല്ലാം ചിങ്ങൻ രാശി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് ഫുഡ് ഒരു വലിയ പ്രശ്നമായിരിക്കും. ഫുഡ് കൃത്യമായില്ലെങ്കിൽ ഉദരരോഗം വിട്ടു മാറുകയില്ല ഇവർക്ക്. അതുപോലെ തന്നെ ചിങ്ങൻ രാശിയുടെ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ടായി. വളരെ കൗതുകരമായിട്ട് കണ്ടാൽ മതി. ആ ഒരു ഐഡിയയും കൂടെ ഞാൻ ഇതിനകത്ത് അതുകൊണ്ട് ആഡ് ചെയ്തു. ജ്യോതിഷന്മാർക്കൊരു വിഷയം നടക്കുമ്പം എന്ത് സംഭവിച്ചാലും അത് നിമിത്തമായിട്ട് കാണണമെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. ദ ക്ലൗൺ അല്ലെങ്കിൽ എ പ്രാങ്സ്റ്റർ എന്നൊക്കെ പറയാവുന്ന വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാക്കും. നമ്മുടെ ഗുരുകുലത്തിനടുത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു ചെറിയ വഴിത്തിറക്കം നടന്നത് വലിയ പ്രശ്നമായി പോലീസൊക്കെ വന്നു. അപ്പം അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം ഇന്ന് പട്ടാളത്തിൽ നിന്നും തിരിച്ച് വന്നതേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ തൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ ഉണ്ടാവും എന്നുള്ളത്. ആ പാവം പിടിച്ച മനുഷ്യൻ ഈ നാട്ടിലേക്ക് വന്നിറങ്ങി എന്തോ ചെറിയ വിഷയമായി വഴക്കായി അടിയായി. ഞാൻ അദ്ദേഹത്തെ കാണുമ്പം ഈ പ്രശ്നം കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ അടി കൊണ്ടിട്ട് ചോര എടുക്കുകയാണ്. ഒരു കൊച്ചു പയ്യനെ ആക്രമിച്ചത്. എല്ലാവരും ഇങ്ങനെ ഭയന്ന് നിൽക്കും. ഞാനും ഇത് കണ്ടിട്ട് ഇതെന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പം പുള്ളി പറഞ്ഞൊരു ഡയലോഗ് കേട്ടിട്ട് ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ചിരിച്ചു. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിനക്കൊന്നും എന്നെ കൊല്ലാൻ പറ്റില്ല, അഥവാ നീയൊക്കെ കൊല്ലുവാണെങ്കിൽ പാകിസ്ഥാൻ ബോർഡറിലിട്ട് കൊല്ലണം, അല്ലാതെ ഞാനിവിടെ കിടന്ന് മരിക്കാനുള്ളവനല്ല, ഇവിടിട്ടൊന്നും കൊല്ലാൻ പറ്റില്ല എന്ന് പുള്ളി അപ്പോഴത്തെ രോഷത്തിന് പറഞ്ഞതാണ്. ഞാൻ അതാ പറഞ്ഞത്, ദ ക്ലൗൺ. ഇത്രയും നേരം സീരിയസ് ആയിട്ട് നിന്ന എല്ലാവരും, ഞാനടക്കം, ചിരിച്ചുപോയി ഈ ഡയലോഗ് കേട്ടിട്ട്. അത്ര ഉറച്ചാണ് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ കാട്ടുപോത്തുമായിട്ടൊക്കെയുള്ള സംഘർഷങ്ങളിൽ തൂക്കിയെടുത്തിട്ട് സിംഹത്തെ അടിക്കുന്ന സീൻ കണ്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അനിമൽ പ്ലാനറ്റ് ഒക്കെ വെച്ച് നോക്കിയാൽ, ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതുപോലെ സിംഹത്തിന് കാട്ടുപോത്തിനെ ഒതുക്കാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചില സമയങ്ങളിൽ മണ്ടത്തരങ്ങൾ കാണിക്കുകയും സ്വയം പുകഴ്ത്തൽ കാണിക്കുകയും ഓവർ കോൺഫിഡൻസ് കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദ ക്ലൗൺ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ചിങ്ങൻ രാശി എന്ന് പറയുന്നത് വളരെ എക്സ്പ്രസീവാണ്. അതുപോലെ തന്നെ ഷേക്സ്പിയർ പ്ലേകളിൽ കാണുന്ന പോലത്തെ വളരെ വിഗറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസ്കുലൈൻ സൈനാണ്. അത് ആണായാലും പെണ്ണായാലും ആ ഒരു മസ്കുലൈൻ ക്വാളിറ്റി ഇവർക്കുണ്ടാവും. ലൈഫിനോട്, പ്രതിസന്ധികളോടും യെസ് പറയാനും മുന്നോട്ട് കയറാനുമുള്ള കഴിവ്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇടപെടലുകൾ, അൺഅബാഷ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി,
ഓപ്പൺ ഹാൻഡഡ് ആയിട്ട് നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കോൺഫിഡൻസ്. തലതിരിഞ്ഞ ലിയോ ആണ് ശരിക്കും പറഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ നമുക്ക് വരുന്നത്. ലിയോക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് സാറ്റേൺ അഥവാ ശനി, ചൊവ്വ, രവി, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനും പല ഘടകങ്ങളും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹൈലി സുപ്പീരിയർ കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ ആരോടും ഒട്ടും എമ്പതി ഇല്ലാത്ത, ഒട്ടും ഇമോഷണൽ അല്ലാത്ത, ക്രൂവലായിട്ടുള്ള ഒരു രാജാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹിറ്റ്ലർ ടൈപ്പ് ക്യാരക്ടർ, അല്ലെങ്കിൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു രാജാവിൻ്റെ സ്വഭാവം ഇവർ ഫാമിലിയിലും പ്രത്യേകിച്ച് പാർട്ട്ണറായിട്ടൊക്കെ വരുന്നവർക്കൊക്കെയാണ്. അതാണായാലും പെണ്ണായാലും. സ്ത്രീകളാണെങ്കിൽ വളരെ റൂഡായിട്ടുള്ള ഫെമിനിസം, പുരുഷന്മാരാണെങ്കിൽ മെയിൻ ഷോവലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, പാർട്ട്ണറിനെയൊക്കെ വല്ലാണ്ട് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ ലിയോ പിഴച്ചു പോകുന്നതാണ്. ലിയോ അല്ലെങ്കിൽ രവി പിഴച്ചു പോകുന്നതാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. യാഥാസ്ഥികമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും രാജാവിനെയാണ്, കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹമാണ് ഈ രാശി എന്നുള്ളത് കൊണ്ട് രാജകീയമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും പറയുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരിക്കലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആനിമൽ പ്ലാനറ്റ് കാണുന്ന സമയത്ത് ഈ സിംഹക്കുഞ്ഞുങ്ങളുടെ കുറേ ചേഷ്ടകളും രീതികളും ഒക്കെ അന്നിരുന്ന് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പിന്നീട് എനിക്ക് ജ്യോതിഷ പഠനത്തിൽ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതൊന്ന് ഉപയോഗിച്ച് നോക്കിയപ്പം കണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. സിംഹക്കുഞ്ഞുങ്ങളുടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വയം ആഘോഷിക്കുന്നതും അവരുടെ സാഹചര്യങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതും കൂട്ടത്തിലുള്ള മറ്റുള്ള സിംഹക്കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചേഷ്ടകളും, അതുപോലെ സിംഹത്തിൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഡീസൻ്റായി പതുങ്ങി അമ്മയുടെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കള്ളത്തരങ്ങളെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് കുട്ടിത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്, ആ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്, തൻ്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെ അതുവരെ തനിക്ക് വേണ്ടി കൈയടിക്കണമൊക്കെ പറഞ്ഞ് അവരുടെ എടുത്ത് വഴക്കടിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അമ്മ വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് നടക്കുമ്പോൾ ബാക്കിയുള്ളവരെ എല്ലാം പരിപാലിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, ഒരു കുട്ടിയുടെ നിഷ്കളങ്കത, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു സ്വാഭാവികത, അതുപോലെ തന്നെ പുതുമയോട് കൂടിയിട്ട് ചുറ്റുപാടുകളെ എല്ലാം കാണുന്ന ഒരു രീതി, ഇതെല്ലാം എനിക്ക് ആ ഒരു ഒറ്റ വീഡിയോയിൽ നിന്നും ഒബ്സർവ് ചെയ്തെടുത്തിട്ട് ഞാനത് പലരെയും നോക്കിയപ്പം ചിങ്ങൻ രാശിക്കാരെ പലരെയും ഒബ്സർവ് ചെയ്തപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം ഇവർക്കും ഉണ്ട്. ലിയോയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ രവിയുടെ സ്വഭാവത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള നേച്ചർ, സർഗാത്മകമായിട്ട് തങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനും മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും അത് കമാൻഡ് ചെയ്ത് നടത്തിയെടുക്കാനുമുള്ള കഴിവ്. ചിങ്ങൻ രാശിക്ക് ബലപ്പെട്ട് ജനിച്ച ഒരാളെ അത് ഇപ്പൊ രവിയും കൂടെ ബലപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കര ഭയമായിരിക്കും ആൾക്കാർക്ക്. അവരുടെ കൂടെ ഉള്ളവർക്കായിരിക്കും മറ്റുള്ളവർക്കും ഇവരുടെ സംസാരം, ഇവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണം എന്നുള്ളൊരു ഭയം ഇവർക്കുണ്ടാവും, ഇവരുടെ കൂടെ ഉള്ളവർക്കുണ്ടാവും. അതുപോലെ തന്നെ പ്രസന്റിൽ ജീവിക്കുന്ന ഒരു ശൈലിയുണ്ട് ഇവർക്ക്. ഇന്നലകളൊക്കെ പോയി കഴിഞ്ഞു, നാളെ വന്നേക്കാം, പക്ഷെ ഇന്ന് ഈ നിമിഷം തനിക്ക് പിടിച്ചെടുക്കണം. ഈ നിമിഷത്തിന്റെ രാജാവ് ഞാൻ തന്നെയാണ്. ആ രാജകീയത, ആ അധികാരവും അതിൽ നിന്നുമുള്ള ആനന്ദവുമാണ് ലിയോ സൈൻ്റെ ബേസിക് സ്ട്രാറ്റജി. അതിനുവേണ്ടിയാണ് അവർ ജീവിക്കുന്നത് തന്നെ. ലിയോയുടെ ഏറ്റവും വലിയ ഷാഡോ സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കയ്യടികളില്ലാതെ ലിയോയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. സ്തുതിപാഠകരായിട്ടുള്ള ആൾക്കാർ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ലിയോ വാടിപ്പോവും, ക്ഷീണിച്ച് തളർന്നു പോവും. കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്ക് ഓടുന്ന സിംഹം പെട്ടെന്ന് ക്ഷീണിക്കുന്നത് പോലെ തന്നെ കയ്യടികളില്ലാതെ മുന്നോട്ട് പോകുന്ന ലിയോ അഥവാ ചിങ്ങം പെട്ടെന്ന് ക്ഷീണിക്കും. കാമുകനോ കാമുകിയോ സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, അവരാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, അവരുടെ അടിമകളായി നിന്നുകൊണ്ട് അവരാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ലിയോയ്ക്ക് സ്നേഹം ആവശ്യമാണ്, ലിയോയ്ക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ലിയോയുടെ നിഴല് തന്നെ രവിക്ക് പറഞ്ഞ പോലെ അഭിമാനമാണ്, സെൻട്രൽ പോയിന്റാണ്. നവഗ്രഹങ്ങളിൽ നടുക്ക് സൂര്യൻ നിൽക്കുന്ന പോലെ തന്നെയാണ്, സൂര്യൻ്റെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. ലിയോയുടെ നിഴലാണ് അഭിമാനം. പിന്തുണ തങ്ങൾക്ക് വേണ്ട, തങ്ങളെല്ലാവരെയും പിന്തുണയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ പിന്തുണ എനിക്ക് വേണ്ട എന്ന് കുടുംബത്തിലും ജോലി ചെയ്യുന്നിടത്തും എല്ലാവരിടത്തും ഇവർ കാണിക്കുന്നുണ്ട്. എങ്കിലും ഇവർക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എല്ലാവരുടെയും കൂടെ വേണം. മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല.
പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മക്കളുടെ വേണം, അച്ഛൻ്റെ അമ്മയുടെയും വേണം, ഭാര്യയുടെ വേണം, കാമുകിയുടെ വേണം, കാമുകൻ്റെ വേണം, കൂട്ടുകാരുടെ വേണം. പക്ഷെ ഇവര് അങ്ങോട്ട് തിരിച്ചത് പ്രകടിപ്പിക്കില്ല. ഒറ്റയ്ക്ക് ഒരു രാജാവിന് ഒരു രാജ്യം പിടിച്ചടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പിന്തുണ വേണ്ട എന്ന് സ്വയം പറയുമെങ്കിലും പിന്തുണയില്ലാതെ ഒരു രാജ്യവും പിടിച്ചടക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ് ലിയോ സൈൻകാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് സപ്പോർട്ട് വേണം എന്ന് വിചാരിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവർ അംഗീകരിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, വെറുതെയാ. പക്ഷേ പ്രവൃത്തികൾ ദോഷം വന്ന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നന്മയുള്ളവനാന്ന് പ്രകടിപ്പിക്കുന്ന അല്പകജനായ രവി, മുടി അല്പം കുറവായിരിക്കും ഇവർക്ക്, അല്ലെങ്കിൽ ഓവർലി ഡ്രാമാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സൂപ്പറാണെന്ന്, ഇത്രയും നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ത്രീ വേറെ ഇല്ല, എന്ത് സപ്പോർട്ടീവാണ്, എന്തൊരു നല്ല ആളാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും തന്നോട് ചേർന്നിരിക്കുന്നവരോട് അധികം സ്നേഹം കാണിക്കാത്ത, അരഗൻസും സെൽഫ് സെൻറ്റേർഡുമായിട്ടുള്ള വളരെ പിറ്റിഫുൾ ആയിട്ടുള്ള കഷണ്ടിത്തലയന്മാർ പലരും ഈ പറയുന്ന ലിയോ ആണ്. അതൊക്കെയാണ് ഇവരുടെ ഷാഡോ സൈഡ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞു. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള കഴിവുകൾ, തങ്ങളുടെ കൂടെ ഉള്ളവരെ കൊണ്ടുപോകാനുള്ള കഴിവ്, അതുപോലെ തന്നെ അവരവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള കഴിവ്, വളരെ പവർഫുള്ളായിട്ടുള്ള ഇത്, അതുപോലെ തന്നെ ഈഗോയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവർ, അതുപോലെ തന്നെ കൂട്ടത്തിലെ ഏറ്റവും സെൻറ്റർ പോയിൻ്റായി മാറാനുള്ള കപ്പാസിറ്റി, ഒരു കമ്പനിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നടത്തിയെടുത്ത് വിജയിപ്പിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയോടുള്ള കൂറ്, അധികാരത്തോടുള്ള കൂറ്, അധികാരം വിട്ടുകളയാനുള്ള മടി, തന്നെ സേവിക്കുന്നവരെ രക്ഷപ്പെടുത്താനും തന്നെ സേവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനുമുള്ള കഴിവുകൾ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്നാൽ ഇതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങളും പലതരത്തിലുള്ള ഈ വാസ്തവത്തിൽ നല്ല സംഭവങ്ങളാണെങ്കിലും ഞാനൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പൊതുവെ ഈ 7ാം ഭാവാധിപനായ ശനി 3-ൽ ഉച്ചനും 9-ൽ നീചനാവുകയും അവിടെ ലഗ്നാധിപൻ ഉച്ചനാവുകയും ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടും ലഗ്നാധിപനും 7ാം ഭാവാധിപനും ശത്രുക്കളായതുകൊണ്ടും തന്നെ ദാമ്പത്തിക ജീവിതം ഇവർക്ക് പൊതുവെ ലിയോ സൈൻകാർക്ക് അത്ര നന്നായിട്ട് കണ്ടിട്ടുമില്ല. പിന്നെ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആണായാലും പെണ്ണായാലും ഈ രവി ശനിയൊക്കെ വല്ലാതായിപ്പോയി, ലഗ്നാധിപനും ശനിയൊക്കെ പോയി രാഹുകേതുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേതുവായിട്ടൊക്കെ ബന്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊരു സാഡിസ്റ്റിക് ടൈപ്പ് ഓഫ് ഹ്യൂമർ വരും. അതായത് അത് എങ്ങനെ ഒരു ഉദാഹരണം പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രിസ്റ്റഫർ നോളൻ്റെ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, മിക്കവാറുള്ളവരും കണ്ടിട്ടുണ്ടാവും. അതിലെ ജോക്കറുണ്ട്, ഇപ്പോഴത്തെ ജോക്കറല്ല, പഴയ ഡാർക്ക് നൈറ്റിലെ ജോക്കർ. ഹെഡ് ആൻഡ്രൂ ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടൊരു നടനാണ് അത് ചെയ്തത്. അദ്ദേഹമാണ് ആ സാഡിസ്റ്റിൻ്റെ ആ ഒരു ജോക്കറിൻ്റെ കഥാപാത്രം ചെയ്തത്. അദ്ദേഹം ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ആ സിനിമയുടെ ആ കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു രവി കേതുവിൻ്റെ ഒരു സാഡിസ്റ്റിക് നേച്ചറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ചിന്തകളാണ്. ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനും കൂടുതൽ പഠിക്കാനും വേണ്ടിയിട്ട് വിട്ടുതരുന്നു. പൊതുവെ ചിങ്ങൻ രാശിയുടെ സ്വഭാവം ഇതൊക്കെയാണ്. വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്, നല്ല കപ്പാസിറ്റി ഉള്ളവരാണ്, നല്ല സ്ട്രോങ് ആണ്, പ്രസൻറ്റേഷൻ കപ്പാസിറ്റി ഉള്ളവരാണ്, മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം അടക്കി വെച്ച് റൂൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ദ കിങ് ആണ്, ദ ക്യൂൻ ആണ്, ഭയങ്കര ഡിസിഷൻ മേക്കേഴ്സ് ആണ്, ലീഡറാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അതുപോലെ തന്നെ തലതിരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാഡിസ്റ്റാണ്. അതേപോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരാൻ സാധ്യതയുള്ളവരാണ്, മെയിൽ ഷോവനിസ്റ്റ് ആണ്, റൂഡായിട്ടുള്ള ഫെമിനിസം, മറ്റുള്ളവരൊന്നും അംഗീകരിക്കാത്ത ഒരു രീതികൾ, ഈഗോ, അതുപോലെ തന്നെ ഹാസ്യ രാജാവായിട്ട് ഒരിക്കലും ജീവിക്കാൻ താല്പര്യമില്ലാത്ത രീതികൾ, ഇതെല്ലാം ലിയോയാണ്. അപ്പോൾ ലിയോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കന്നിരാശിയെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.